ഓൾ, സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡിലാണ്. ഇവിടെ നമുക്ക് രണ്ട് ടൈപ്പ് സപ്പോർട്ട് ഉണ്ട് കേട്ടോ. ഒന്നെന്ന് പറയുന്നത് വെരിഗേറ്റഡ് സപ്പോർട്ടയും ഞാൻ തിളങ്ങുന്നു വെയിലടിച്ചിട്ട്. സോ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ വെരിഗേറ്റഡ് സപ്പോർട്ടയും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ സപ്പോർട്ടയും. അപ്പം നമുക്കിന്ന് രണ്ടെണ്ണത്തിൻ്റെയും ഡിഫറൻസ് ഒന്ന് നോക്കിയാലോ. ഇവിടെ നമ്മുടെ നാണുവും നാണിയൊക്കെ ഉണ്ട്. ഇപ്പൊ പഗ്ഗിന് പഠിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾക്ക് പയ്യെ രാമൊക്കെ വരുന്നതേ ഉള്ളൂ അല്ലേ ഞാനു. അപ്പം ഇതാണ് നമ്മുടെ വെരിഗേറ്റഡ് സപ്പോർട്ട്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, അതിൻ്റെ ഇല കണ്ടോ, ഒരുമാതിരി മിലിറ്ററി യൂണിഫോം പോയല്ലേ. സോ ഇതാണ് ഇത് ചെറുതാട്ടോ. നമുക്ക് ഏറ്റവും വലുത് നോക്കി പറിക്കാം. കുറേ കിടപ്പുണ്ട്. യെസ്, കൂട്ടത്തിൽ ഇവനാണ് ഏറ്റവും. നമുക്ക് ഇവനെ തന്നെ അങ്ങ് പറിക്കാം അല്ലേ. സോ യെസ്, ഇതാണ് വെരിഗേറ്റഡ് സപ്പോർട്ട. ഇതിന് വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. സോ അതിൻ്റെ തേണ്ട മുട്ടൊക്കെ കണ്ടോ. അപ്പം നമുക്ക് ഈ നോർമൽ സപ്പോർട്ട പറിക്കാം. ഇതിന് കറയുണ്ട്. ഓക്കെ, നാണു നാണിയൊക്കെ എന്തൊക്കെയോ ഹണ്ടിങ് ആണ്. ഇവിടെ നമ്മുടെ ബെറാബ നിറച്ചു നിൽപ്പുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ പുറവശത്താട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ബെറാബയുടെ നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലെമൺ ഡ്രോപ്പ് മാംഗോസ്റ്റീൻ എന്ന് പറയും. അപ്പോൾ എല്ലാവരും പോയി കാണണം. ഡീറ്റെയിൽ വീഡിയോ ആയിരുന്നു. ഇത് നമ്മുടെ ചെറിയ മരം. ഇതിൻ്റെ വലിയ മരം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടുണ്ട്. അപ്പം നമുക്കിനി മറ്റേ നോർമൽ സപ്പോർട്ട. അപ്പം ഇതാണ് നമ്മുടെ നോർമൽ സപ്പോർട്ട, ചിക്കു എന്നൊക്കെ പറയില്ലേ. കണ്ടോ അതിൻ്റെ ഇല കണ്ടോ, മറ്റേതുമായിട്ട് നല്ല ഡിഫറൻസ് ഇല്ലേ കാണാൻ. ഇതാണ് അതിൻ്റെ സൈസ്. ഇതിപ്പോൾ ഒരു എഗ്ഗ് ഷേപ്പാണ്. നിറച്ചുകൊണ്ടാണ് നിൽപ്പുണ്ട് കേട്ടോ. കണ്ടോ, ഇതിനകത്ത് ഏറ്റവും വലുത് നോക്കുമ്പം ഇവിടെ ഒരു വാഴ കമന്ന് കിടക്കും അതിൻ്റെ മുകളിൽ. എനിക്കൊന്ന് കൂട്ടത്തിൽ ഭേദം ഇതാന്ന് തോന്നുന്നല്ലേ. ഓ, പറിച്ചെന്ന് കയ്യിലോട്ടിങ്ങ് പോകുന്നു. അയ്യോ, പച്ചയായിരുന്നു തോന്നുന്നു. നല്ല ഇഷ്ടം പോലെ കറ പോകുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഈ രണ്ടെണ്ണത്തിൻ്റെ ഒന്ന് ഡിഫറൻസ് നോക്കാം. എല്ലാവരും നമ്മളോട് ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇതല്ലാതെ ചക്കയും മാങ്ങയൊന്നും ഇല്ലെന്ന്. സോ ഇതാണ് വിയറ്റ്നാം എയർലി ജാക്ക് ഫ്രൂട്ട്. എയർലി ആട്ടോ. എത്രയും പെട്ടെന്ന് നോക്കിക്കേ, താങ്ങാൻ പറ്റാത്ത പോയിന്റ് ഇത്രയും ചക്ക ഉണ്ടായിരിക്കുന്നത്. എന്നെ കൊണ്ട് പ്ലാവ് എന്നെക്കാട്ടി കുറച്ചും കൂടി ഉള്ളൂ. ഇത് കിടക്കത്തെ ചക്ക നോക്കിക്കേ. അതിന് സ്വന്തമായിട്ട് താങ്ങാൻ പറ്റാഞ്ഞിട്ട് നമ്മൾ വേറൊരു കമ്പ് വരെ കുത്തി അതിന് താങ്ങ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ ഗൈസ്, ഞാനാണെങ്കിൽ വെരിഗേറ്റഡ് സപ്പോർട്ടേ നോർമൽ സപ്പോർട്ടേ കട്ട് ചെയ്ത് കഴിച്ചു. എടുക്കാൻ മറന്നുപോയി. ആക്ച്വലി നമ്മുടെ നോർമൽ സപ്പോർട്ടേക്കാട്ടിലും കുറച്ചും കൂടി മധുരം കൂടുതലാണ് വെരിഗേറ്റഡ് സപ്പോർട്ടേക്ക്.